ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കിയാലോ. അപ്പം നമ്മൾ നന്നായിട്ട് ആദ്യം തന്നെ ചിക്കൻ്റെ പാർട്സ് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് കുക്കറിൽ വെച്ച് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഇതിൽ കൂടുതലും സവോള ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കൂടുതലും കൊച്ചുള്ളിയാകട്ടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതൊന്ന് തൊലിയൊക്കെ പൊളിച്ച് കഴുകി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ബാക്കിയൊക്കെ കുഞ്ഞുള്ളിയും ചതച്ചെടുക്കാം. സവോളയും പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുത്ത് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ 2 കിഴങ്ങ് കൂടെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പാർട്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു മൺചട്ടിയിലാണ് ഞാൻ വെച്ച് നോക്കുന്നത്. മൺചട്ടി വെക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക സ്വാദായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മൺചട്ടിയിലോ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോഴൊന്നും ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ ലാസ്റ്റേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോകും. നല്ല മൂത്ത് വരണമെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം നമ്മൾ സവോളയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. അപ്പോൾ ഉള്ളിയും സബോളയൊക്കെ ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വാട്ടി വേവിച്ചെടുക്കാം. അപ്പോൾ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിഴങ്ങൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അതൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വാടി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക്
പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിനാവശ്യമുള്ള മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും ആവശ്യമുള്ള അത്രയും മുളക് പൊടി ചേർക്കുക. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി മാത്രം ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി, മുളക് പൊടി വേണമെന്നില്ല. എനിക്കൊരു കളറൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി കൂടെ ഉള്ളതുകൊണ്ടാണ് നല്ലൊരു കളറ് കാണുന്നത്. അപ്പം നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടി കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടിയാണ്. നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം എല്ലാം ചേർത്ത് മിക്സ് നമ്മൾ തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കി പൊടിച്ചെടുക്കും. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മസാലയാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് സ്മെല്ലൊക്കെ നല്ല കൂടുതലായിട്ടുണ്ടാകും. കടയിൽ നിന്ന് മേടിക്കുന്നതിന് അത്രയും ഒരു സ്മെല്ലും ഇതൊന്നും കാണത്തില്ല. നമുക്കതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുത്ത് ആ കിഴങ്ങ് ഒന്നുകൂടെ വേകാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് അവിടെ ഇരുന്ന് സെറ്റായി വരട്ടെ. അതൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ